നമ്മൾ സിയാറ്റിൽ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ റെൻ്റൽ കാർ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ റെൻ്റൽ കാറിൻ്റെ ഷട്ടിൽ ബസ് കിട്ടും. അപ്പോൾ അതിനുള്ള ലൈനായിട്ട് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഇതേ ആ കാണുന്നതാണ് ഷട്ടിൽ ബസ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ റെൻ്റൽ കാർ ബുക്ക് ചെയ്ത് കൊടുത്ത് അവർ തന്നെ കൊണ്ടാക്കും. അതായത് എയർപോർട്ടിൻ്റെ അവിടെ നിന്നൊരു 5 മിനിറ്റ് അങ്ങനെ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തത് ഫോർഡിൻ്റെ എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞ വണ്ടിയാണ്. കാരണം വെച്ചാൽ ഇത്ര ദിവസമുള്ള യാത്രയല്ലേ, അപ്പോൾ നല്ല വലിയ വണ്ടി ഉണ്ടായാലാണ് സൗകര്യം ഉണ്ടാവുള്ളൂ. ഇത് നല്ല വണ്ടിയാണ്, കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ സിയാറ്റിൻ്റെ പുറത്തൊക്കെ ഇറങ്ങിയ വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് പോയി തുടങ്ങിയപ്പോൾ വലിയ കുഴപ്പമില്ല, നല്ല അടിപൊളി സ്ഥലമായിട്ട് നമുക്ക് തോന്നി. ശരിക്കും നമ്മളിന്ന് US നിന്ന് കാനഡ ക്രോസ് ചെയ്യും. അതായത് US കാനഡ ബോർഡർ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മൾ അബോട്ട് ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സിയാറ്റിലിൻ്റെ ഭാഗങ്ങൾ. ആദ്യം കുറേ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ദുബായ് പോലത്തെ നല്ല നല്ല ബിൽഡിങ്സൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ കൂടെ പോയി. കാരണം നമ്മൾ എയർപോർട്ടിൻ്റെ ഭാഗം സിറ്റി അല്ലല്ലോ, അപ്പോൾ ഈ ഭാഗമൊക്കെയാണ് സിറ്റികൾ. അപ്പോൾ നല്ല അടിപൊളി ടണലും വലിയ വലിയ ബിൽഡിങ്ങൊക്കെ അടിപൊളി സിറ്റി കൂടെയൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മുടെ ഹോട്ടലിലേക്ക് നമ്മൾ ഇന്ന് ഓടിക്കണത് 200 മൈലാണ്. ഇവിടെ മൈലിൻ്റെ കണക്കാണ്. അപ്പോൾ 200 മൈലാണ്. മഷനെ ഓടിപ്പിക്കും. ഞങ്ങളും പിള്ളേരെല്ലാവരും കൂടി അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ 200 മൈൽ എന്ന് പറയുമ്പോൾ കുറച്ചധികം സമയമെടുക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ബോർഡർ ക്രോസിങ്ങിലെത്തി. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് കാനഡയിലേക്ക് കടക്കാൻ പറ്റി. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇത് കണ്ടില്ലേ, ബ്രിട്ടീഷ് കൊളംബിയ, അതായത് കാനഡയുടെ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയൊരു 5-6 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിന്ന് താമസിക്കുന്ന ഹോട്ടലിലെത്തി. നമ്മളിന്നൊക്കെ താമസിക്കുന്ന സ്ഥലം അബോട്ട് ഫോർഡ് എന്ന് പറഞ്ഞിട്ടാണ്. കാനഡയുടെ അതായത് US-ൻ്റെ ബോർഡറിലുള്ള ഒരു സ്ഥലമാണ് അബോട്ട് ഫോർഡ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ. അപ്പോൾ നമ്മൾ കാറൊക്കെ നിർത്തി നമ്മുടെ ലഗേജൊക്കെ എടുത്ത് നമ്മൾ റിസപ്ഷനിലാണ്. അപ്പോൾ നമ്മളെല്ലാം റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തി. കുഴപ്പമില്ല, 2 ബെഡായിട്ട് വലിയതല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു റൂം, TVയും കാര്യങ്ങളൊക്കെയായി കുഴപ്പമില്ലാത്തൊരു സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വാൾമാർട്ടൊക്കെ കാണാം. ഇവിടുത്തെ വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. അതുപോലെ തന്നെ കോഫി മെഷീൻ ഉണ്ട്, പിന്നെ അവനൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബാത്റൂം ചെറുതാണ്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഇവിടെ സ്റ്റേ ചെയ്യാൻ. അപ്പം പിന്നെ ഞങ്ങൾ വാൾമാർട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു അപ്പുറത്ത് വാൾമാർട്ട്, അവിടെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി നാളെ നമുക്കൊരു ലോങ് ഡ്രൈവാണ്. അപ്പം നമുക്ക് നാളെ കാണാം.